ഹായ്, ഗുഡ് ഈവനിങ്. ഐ ഹോപ്പ് യു ഹാഡ് എ ബ്യൂട്ടിഫുൾ സൺഡേ. എൻ്റെ സൺഡേ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ പുറത്തൊക്കെ പോയി കറങ്ങി, കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഇപ്പോൾ ഗണേഷ് ഫെസ്റ്റിവൽ വരാൻ പോവാണ് ഇവിടെ എല്ലായിടത്തും. ബട്ട് ഇൻ പൂനെ അതിന് ഗ്രാൻഡ് സെലിബ്രേഷൻ ഉണ്ട്. സോ അതിൻ്റെ ഡെക്കറേഷൻസ്, പിന്നെ വീട്ടിൽ വെക്കുന്ന ആൾക്കാർക്കുള്ള എന്താ പറയുക ഡെക്കറേറ്റീവ് ഐറ്റംസ്, പിന്നെ അതിനുള്ള എന്താ പറയുക അതിലൊരു ബാക്ക്ഗ്രൗണ്ട് വെക്കും. എന്താ അതിന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അവരത് സ്ഥാപനം ചെയ്യുമ്പം അതിനുള്ളൊരു സ്റ്റേജ് കൈൻഡ് ഓഫ് ഛോട്ടാ ഒരു കുഞ്ഞി സെറ്റപ്പ് ഡെക്കറേഷൻ തന്നെ പറയാം, അങ്ങനെ പറയാം. ആ ഒരു കുഞ്ഞു വീട് പോലെ ഒരു അമ്പലത്തിൻ്റെ മോഡലുള്ള അങ്ങനെ ഡെക്കറേഷൻ. ചില ആൾക്കാർ തീം ബേസ്ഡ് ആയിട്ടുള്ള സംഭവിക്കും. ചില ഈടെയൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ കുട്ടികളൊക്കെ കുറേ അഡ്വാൻസ്ഡ് ആയി. പിന്നെ അച്ഛനമ്മമാരും കുട്ടികളെ ആഗ്രഹങ്ങൾ കുറേ സാധിപ്പിച്ചു കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ജനറേഷനിലേക്ക് നമ്മളിപ്പോൾ എത്തിയല്ലോ, ജെൻസി. സോ ആ ഒരു ടൈം എത്തിയോണ്ട് അവർ പറയും എനിക്ക് ഇപ്രാവശ്യം അയൺ മാൻ്റെ തീം വേണം, അല്ലെങ്കിൽ അവഞ്ചേഴ്സിൻ്റെ തീം വേണം. പെൺകുട്ടികൾക്കൊക്കെ കൂടുതലും ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ബാബി ഡോളിൻ്റെ, പിന്നെ എന്താ പറയുക പവർ പഫ് ഗേൾസ്, അങ്ങനത്തെ ക്യൂട്ട് തീംസ് ഉള്ളത്. പിന്നെ ആലിസ് ഇൻ വണ്ടർലാൻഡ്. പിന്നെ ഇപ്പം ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേര് ഫ്രോസൻ എൻ്റെ തീം. കുറേ പേര് വേറൊരു മൗന എനിക്ക് തോന്നുന്നത് അതിൻ്റെ തീം. അങ്ങനെ ക്യൂട്ട് ബ്യൂട്ടിഫുൾ തീംസ് വെച്ചിട്ടുള്ള ഗണപതികൾ വരെ വരുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഗണപതി ഫെസ്റ്റിവൽ ഓ ഗണേഷ് ചതുർത്ഥി എങ്ങനെ പറയാമെന്ന് വെച്ചാൽ, അങ്ങനെ ആ ഒരു ഫെസ്റ്റിവലിന് നമുക്ക് ഒരു മൂർത്തി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മൂർത്തി മാത്രമേ ഉണ്ടായിരുന്നത്. എല്ലാം പടിഞ്ഞിരുന്ന മൂർത്തിയായിരിക്കും. മുംബൈ ആ സൈഡിലൊക്കെ ആകുമ്പോൾ നിൽക്കുന്ന അല്ലെങ്കിൽ ചെയറിലിരിക്കുന്ന ടൈപ്പ് ഓഫ് മൂർത്തീസ് ഉണ്ടാവുക. പക്ഷേ ഇന്നത്തെ കാലത്ത് മൂർത്തീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സോ ഇന്നോവേറ്റീവ്. നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു. ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, അല്ലെങ്കിൽ ഡ്രസ്സിങ്, കളേഴ്സ്, അല്ലെങ്കിൽ ഡെക്കറേഷൻസ് ഓൺ ദം, അല്ലെങ്കിൽ അവരെ ഫേട്ട എന്ന് വെച്ചാൽ തലക്കെട്ട്, തലപ്പാവ് എന്ന് പറയില്ലേ, അതിനുള്ള ഡെക്കറേഷൻസ് ഉണ്ട്. അവർ ഉടുക്കുന്ന ധോത്തി, അതായത് മുണ്ട് ഉടുക്കുന്ന അതിനുള്ള ഡെക്കറേഷൻസ്. നമ്മളെ ഓരോ പോസ്റ്റേഴ്സ് തന്നെ, അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ കണ്ടിട്ടുള്ള പോസ്റ്റേഴ്സിന് തന്നെയുള്ള ഡിഫറൻസ് ഇരിക്കുന്നതായിരിക്കാം. പിന്നെ അവരെ വാഹനങ്ങൾ, നമ്മളെപ്പോഴും ഗണപതിൻ്റെ വാഹനം എന്ന് പറയുമ്പോൾ എലിയാണ്, മൂഷക് എന്ന് പറയും. പക്ഷേ ഇതിനുള്ള ഡെക്കറേഷൻസ് ഇത്രയും ബ്യൂട്ടിഫുൾ. ഇന്നത്തെ കാലത്ത് സ്പൈഡർമാൻ്റെ ടൈപ്പ് ഓഫ് അതൊക്കെ വാവകൾക്ക്, കുഞ്ഞു വാവകൾക്കുള്ള സന്തോഷത്തിന് വേണ്ടിയായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഗണപതി ഷോപ്പിങ്ങിന്, ഐഡൽ ഷോപ്പിങ്ങിന് വരുന്ന സമയത്ത് കുട്ടികൾ കാണുമ്പോൾ അവർക്കത് ഇഷ്ടം തോന്നും. കാണുമ്പോൾ എനിക്കിത് വേണം വെച്ചാൽ, അല്ലെങ്കിൽ ഇത് മതി അമ്മയെന്ന് പറയുമ്പോൾ ഡെഫിനറ്റായിട്ടും അവരത് വാങ്ങും. അതുകൊണ്ടായിരിക്കണം മോസ്റ്റ്ലി അവരിങ്ങനെ കാർട്ടൂൺ ബേസ്ഡ്, അല്ലെങ്കിൽ ആനിമെ ബേസ്ഡ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സൂപ്പർ ഹീറോസ് ബേസ്ഡ് ആയിട്ടുള്ള തീംസ് ഉള്ളത് വെക്കുന്നുണ്ടാവും. ഐ എം ഡം ഷുവർ അതായിരിക്കണം റീസൺ. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ വലിയ ആൾക്കാർ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല എക്സൈറ്റഡ് ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ മോഡലുള്ള ഒരു ഗണപതിനെ വാങ്ങിക്കൊണ്ടു പോകുന്നുള്ളത്. കാരണം നമ്മൾ പ്രാർത്ഥിക്കാനാണല്ലോ വാങ്ങുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിവൈൻ ലുക്ക് ഉള്ളതായിരിക്കും നോക്കുന്നുണ്ടാവുക. പക്ഷേ കുഞ്ഞു വാവകൾക്ക് അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ കൂടുതൽ ഇഷ്ടമുണ്ടാവുക. അതുപോലെ മയിലിൻ്റെ പുറത്തിരിക്കുന്നത്, തല മൊട്ടയടിച്ചിട്ടുള്ളത്, പിന്നെ ഈ ബ്രാഹ്മണന്മാരൊക്കെ വെക്കുന്ന പോലെ ഒരു ചെറിയ ഇവിടെ മുടി, ഒരു കുഞ്ഞി ശേണ്ടി, ഇങ്ങനെ ചെറിയ പോണിയുള്ള, പിന്നെ കുറേ മുടിയുള്ളത്, പിന്നെ ഭാര്യേൻ്റെ കൂടി ഇരിക്കുന്നത്, അങ്ങനെ പല പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്റ്റെൻസീവ് amount ഓഫ് ടൈപ്സ് ഓഫ് ഗണപതീസ്, ഇത്രയും വെറൈറ്റി, ഇത്രയും ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ്, ഇത്രയും കളർഫുൾ, ഇത്രയും ബ്യൂട്ടിഫുൾ. എനിക്കത് ഐ എം എ ബിഗ് ഫാൻ, ബിഗ് ഗണപതി ഫാൻ. അപ്പം എനിക്കത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ഐഡൽസ്, ഡിഫറെൻറ്റ് ഐഡൽസ് കാണാൻ എനിക്ക് മനസ്സ് സന്തോഷമാവും. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ബിലീഫ്, അല്ലെങ്കിൽ എനിക്ക് ഈ ദൈവത്തിനെ വിശ്വാസം, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുസിൽ മാത്രമേ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഗണപതി എന്ന് പറഞ്ഞ ദൈവത്തിന് മാത്രമേ വിശ്വാസം, അങ്ങനെ ഉണ്ടായിട്ടല്ല. എനിക്ക് അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ഒരു കുട്ടിയായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനും വളർന്നു വരുന്ന കാലത്ത്, ഞാൻ സ്പെഷ്യലി പൂനെയിലായതുകൊണ്ട് എനിക്ക് കൂടുതലും ഈ ഗണപതി ഫെസ്റ്റിവൽസിൽ നമ്മൾ കാണുന്ന ഇങ്ങനെ മണ്ഡപം എന്ന് പറയും. എന്താ വെച്ചാൽ ചെറിയ അവനവൻ്റെ വക, എന്താ പറയുക, കുറച്ച് ആൾക്കാർ കൂടിയിട്ട്. ഇപ്പം നാട്ടിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക ആർട്സ് ക്ലബ്, സ്പോർട്സ് ക്ലബ്, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ, അങ്ങനെ ചെറിയ ഉണ്ടാവില്ലേ, എന്താ പറയുക, അങ്ങനെ മിത്രമണ്ഡൽ എന്ന് ഇവിടെ പറയും. അപ്പം എന്ന് വെച്ചാൽ മിത്രങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു അസോസിയേഷൻ. അങ്ങനെ മോസ്റ്റ്ലി യങ് ചെക്കന്മാർ നടത്തിക്കുന്നതായിരിക്കും. ചില വലിയ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. അതിൽ കൂടുതൽ ആണുങ്ങളായിരിക്കും, ഈടായിട്ട് പെണ്ണുങ്ങളും ഉണ്ട്. പക്ഷേ അങ്ങനെ അപ്പോൾ അവരെ വക ഓരോ അവരെ സ്റ്റൈലിലുള്ള ഗണപതി സ്ഥാപിക്കുക. ഒരു ചെറിയൊരു ഒരു എന്താ പറയുക, ഒരു സ്റ്റോൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു
എന്താ പറയുക, മണ്ഡപം എന്ന് അതിന് പറയും. എനിക്ക് അറിഞ്ഞൂടാ വേറെ വാക്ക് എന്താണെന്നുള്ളത്. മലയാളമാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിലും എന്താ പറയുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അങ്ങനെയുള്ളൊരു ചെറിയൊരു യുനോ ഒരു സെറ്റപ്പ് ആക്കിയിട്ട് ചില ആൾക്കാർ നല്ല ഡിസൈൻ, ബ്യൂട്ടിഫുൾ ഡിസൈൻ ആയിരിക്കും. നാടിൻ്റെ തീമായിരിക്കും, ഒരു നാടൻ ലുക്കുള്ള അങ്ങനത്തെ തീമായിരിക്കും. കുറേ വയലും അങ്ങനെയൊക്കെയുള്ള, ചില പശുക്കളും അങ്ങനെയൊക്കെയുള്ള. ചില ആൾക്കാർ ഭയങ്കര എന്താ പറയുക, സ്കൈഫൈ ആയിട്ടുള്ളതായിരിക്കും. പ്ലെയിനും മറ്റേതൊക്കെ പോകുന്നത്, സ്പേസ് ഷിപ്പ് വരുന്നത്. അങ്ങനെ ചില ആൾക്കാർ വാട്ടർ തീമായിരിക്കും. അപ്പം കുറേ നമുക്ക് അണ്ടർഗ്രൗണ്ട് എന്താ പറയുക, ആനിമൽസിനെ അല്ലെങ്കിൽ കുറേ മീനുകളെ, ആമ, ഞണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാൻ, ഒക്ടോപ്പസ് അങ്ങനത്തെയൊക്കെ, അങ്ങനെ തീംസ്. അങ്ങനെ ഡിഫറെൻറ്റ് തീംസ് ഉള്ള ചില ആൾക്കാർ രാധാകൃഷ്ണൻ തീമായിരിക്കും, ചില ആൾക്കാർ വേറെ എന്തെങ്കിലും തീമായിരിക്കും, ചില ആൾക്കാർ അങ്ങനെ കുറേ ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ കുറേ വാവകൾക്ക് ഇഷ്ടമുണ്ടാവുന്ന തീംസ് കുറേ കാണുന്നു. ഡെക്കറേഷനിലാണെങ്കിലും ഈ ഐഡൽ എന്താ പറയുക, പ്രതിമ ഉണ്ടാക്കുന്നതിലാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ ഇത് കാണാറുണ്ട്. സോ എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പ്രാവശ്യം ഞാൻ കൂടുതൽ ഇനിയും കാണാൻ പോയാലും എനിക്ക് മതിയാവില്ല, അത്രയും എനിക്കിഷ്ടമാണ്. സോ ഈ ഗണപതി ഫെസ്റ്റിവൽ സീസൺ ഇത് തുടങ്ങി ഞാൻ 10 ദിവസത്തിൻ്റെ സെലിബ്രേഷനാണ്. ചില ആൾക്കാർ എനിക്കൊന്ന് 11.5 ദിവസം 12 ദിവസം വരെ വെക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ റെയറായിട്ട്. ചില ആൾക്കാർ 1.5 ദിവസത്തിൽ അത് വിസർജനം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒഴുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഗണപതി നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോകുന്ന ഒരു രീതി. പിന്നെ ചില ആൾക്കാർ 3 ദിവസം വെക്കുന്ന ആൾക്കാർ, ചില 5 ദിവസം, 7 ദിവസം, 10 ദിവസം. 10 ദിവസമാണ് നമ്മളൊരു എന്താ പറയുക, ഒരു മെജോറിറ്റി റേഞ്ച്. 10 ദിവസത്തിൻ്റെ ഫെസ്റ്റിവൽ അങ്ങനെയാണ് അറിയപ്പെടുക. ഇതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അറിയാം ഇതിൻ്റെ ഉണ്ടാവാനുള്ള റീസൺ. അല്ലെങ്കിൽ അങ്ങനെ വേറൊരു ദിവസം നമുക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാനൊന്ന് പേരുകൾ പറയുമ്പോൾ തെറ്റിപ്പോയത് എന്നുള്ളതാണ്. പൂനെയിലത്തെ ഫസ്റ്റ് ഗണപതി ഐഡൽ ഏതായിരുന്നു, അങ്ങനെയൊക്കെ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാനത് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് വീഡിയോയും ബോറിംഗ് ആവും. പിന്നെ ഞാൻ പറയുന്നതിൽ നിന്ന് തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡൻറ്റ് ലുക്ക് ഗുഡ്. അതുപോലെ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ വലിച്ചു നിന്നിരുന്നില്ല. സോ അതിൻ്റെ ഇപ്പോൾ ഇന്നലെ നമ്മൾ ദഹിയണ്ടിനെ പറ്റി സംസാരിച്ച പോലെ ഈ ഒരു സെലിബ്രേഷൻ്റെ ഒരു മെയിൻ ആൻഡ് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് പാർട്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഢോൽ ആൻഡ് താശ. എന്ന് വെച്ചാൽ നമ്മളെ മലയാളത്തിൽ നമുക്ക് തായമ്പക ചെണ്ട കൊട്ടുള്ള പോലെ ഇവിടെ ഢോലാണ് കൊട്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചെണ്ട കൊട്ടുന്ന പോലെ ഇത് സൈഡിൽ കൊട്ടുന്ന വലിയ ഡ്രംസാണ്, വുഡൻ ഡ്രംസ്. അതിൻ്റെ എല്ലാ ഒരു 10-20 പേര് ഒരുമിച്ച് കൊട്ടുന്നതിൻ്റെ ആ ഒരു ഓളവും അതിൻ്റെ ഒരു ശബ്ദവും ആ ഒരു സൗണ്ട് ഇഫക്റ്റും ഉണ്ടല്ലോ, ഇറ്റ്സ് സോ എന്താ പറയുക, മൈൻഡ് ബ്ലോയിങ്. ഇറ്റ് ഇസ് സോ ഫാൻറ്റാസ്റ്റിക്. എനിക്കിത് പറഞ്ഞ് എന്താ പറയുക, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഐ ഡു നോട്ട്, എൻ്റെ വേർഡ്സ് ഓൾവേസ് ഫോൾ ഷോർട്ട്. എൻ്റെ വൊക്കാബുലറി അത്രയും എക്സ്റ്റെൻഡഡ് അല്ല എനിക്ക് ആ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ. ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ തിങ്സ്, എനിക്കിപ്പോൾ ഇപ്രാവശ്യം നിനക്ക് ഈ ഒരു ടൈമിൽ നിനക്ക് ഭക്ഷണം ഇല്ല, നീ പക്ഷേ എന്നാൽ നീ അത് സ്കിപ്പ് ചെയ്താൽ നിനക്ക് ഡോൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ നീ ഒരു ദിവസത്തെ നിനക്ക് ശമ്പളം തരില്ല, എന്നാൽ നിനക്ക് ഡോൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഈ പ്രാവശ്യത്തെ പോയിട്ട് നിൻ്റെ സെലിബ്രേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം വേറെ എന്തെങ്കിലും എന്ന് വെച്ചോ. അപ്പോൾ എനിക്കൊരു എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഡ്രസ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം, എനിക്ക് ഹാപ്പി ആവുന്ന എന്തെങ്കിലും ഒരു സംഭവം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷോ കാണണമായിരുന്നു, അത് പക്ഷേ അത് സ്കിപ്പ് ചെയ്തിട്ട് ഡോൾ കാണാൻ പോകുന്ന ഐ വിൽ ഓൾവേസ് പ്രിഫർ ഡോൾ. ബിക്കോസ് അതിൻ്റെ പ്രാക്ടീസ്, അതിൻ്റെ റിയൽ ഡേ ഉള്ള ഒരു പെർഫോമൻസ് കാണാൻ എനിക്ക് രോമാഞ്ചം വരും. സത്യമായിട്ട് കണ്ണിൽ വെള്ളം വരും, അതുപോലെ തന്നെ രോമാഞ്ചം വരും. അത്രയും എനർജറ്റിക്, അതിൻ്റെ ഒരു വൈബും ആ ഒരു എൻവയൺമെൻറ്റും ആ ഒരു ആ ഒരു ഓറ, ആ ഒരു ആ ഒരു ആ സമയത്ത് അവിടെ ഉണ്ടാകുന്നൊരു എനർജി, ആ ഒരു വൈബ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് സോ മാജിക്കൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഢോൽ ആൻഡ് താശ. പൂനെയിൽ വേറെ രീതിയിലാണ് കൊട്ടുക, അതിൻ്റെ മുംബൈയിൽ വേറെ ബാൻഡ്, അങ്ങനെ ഓരോ പഥക്സ് എന്ന് പറയുന്നത് ഉണ്ടാവും. എന്ന് വെച്ചാൽ പ്ലട്ടൂണാണ്, ഇത്രയും പേരുള്ള, 20 പേരുള്ള, 30 പേരുള്ള, 10 പേരുള്ള, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്തിട്ട് ആൾക്കാർ നിൽക്കും ആൻഡ് കൊട്ടും. ഇങ്ങനെ കൊട്ടുന്ന ആൾക്കാരുണ്ടാവും. ചെറിയ എന്തായാലും പറയാൻ എനിക്കറിയില്ല, ട്രാംപോലിൻ എന്നാണോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഒരു ചെറിയ കുഞ്ഞി ചെണ്ട, അതിൻ്റെ മെറ്റീരിയൽ വുഡൻ ആയിരിക്കില്ല, വേറെ ഒരു ഒച്ചയായിരിക്കും. അതിന് ഇവിടെ 2 വടികളൊക്കെ ഇറുക്കി പിടിച്ച് ഒരു പ്രത്യേക ഒരു ടൈപ്പിൽ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ കൊട്ടുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും. അവരാണ് ഇതിന് ലീഡ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ നമ്മളെ ഈ ഭജനക്കൊക്കെ മണി കൊട്ടുന്ന, ഇങ്ങനത്തെ മണി കൊട്ടില്ലേ, ഇങ്ങനെ മണി കൊട്ടുന്ന, കുരങ്ങിൻ്റെ കടിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനത്തെ അങ്ങനെ മണി കൊട്ടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇതിൻ്റെ മെയിൻ, ഇതിൻ്റെ കോമ്പിനേഷൻ, ഇരിക്കുന്ന കോമ്പോണൻറ്റ്സ് ഓഫ് ദാറ്റ് ഢോൽ ആൻഡ് താശ. പിന്നെ കൊടി പിടിച്ച് ചാടുന്ന ഒരു കുട്ടി ഉണ്ടാവും മുന്നിൽ, അത് താളം അനുസരിച്ച് ബൗൺസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ താളം അനുസരിച്ച് ആ ഒരു കൊടീനെ ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പ്ലട്ടൂണിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളുണ്ടാവും, ഒരു ലീഡർ ഉണ്ടാവും.
അങ്ങനെ ആണ് അതിൻ്റെ കോമ്പോണൻസ് ഓഫ് ഈ ഡോൽ താഷ പ്ലട്ടൂൺ. അത് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ്. എനിക്ക് എത്ര ദിവസം അത് പോയി കണ്ടു കഴിഞ്ഞാലും ഇറ്റ്സ് നോട്ട് ഇനഫ്. ഇവിടെ ഉണ്ടാവുന്ന തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഇമാജിനബിൾ ആണ്. പൂനെയിലുണ്ടാവുന്ന തിരക്ക് വേറെ സ്ഥലത്ത് ഇതിലും കൂടുതൽ തിരക്കും ഇടിയും കുത്തും. ചില ആൾക്കാർ സ്റ്റാമ്പേഡൊക്കെ ഉണ്ടാവാറുണ്ട്, വീണ് ചവിട്ടി ആൾക്കാർ ചിലതൊക്കെ സഫോക്കേറ്റായി പോയി ഇഞ്ചുറി പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ മാക്സിമം അങ്ങനെ അച്ഛനൊക്കെ പേടിയാണ് എന്നെ അങ്ങനെ തിരക്കുള്ള സമയത്തൊക്കെ ഇത് കാണാൻ വിടുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പ്രാക്ടീസ് നടക്കുന്ന ദിവസങ്ങൾ ഞാൻ എല്ലാ ദിവസവും പോയി കാണാറുണ്ട് വിതൗട്ട് എ ഫെയിൽ. 2-3 ദിവസം സ്കിപ്പായിപ്പോൾ എനിക്ക് സുഖമില്ലായിരുന്നു ആ സമയത്ത്. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെയും പോയി. മഴ ഉള്ള സമയത്താണെങ്കിലും എങ്ങനെയും കുറഞ്ഞിട്ട് ഞാൻ പോയി കാണും. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയുണ്ട് 2 ടീംസ് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഒരുപാട് എനർജറ്റിക് ആവുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് ഐ വുഡ് സേ, ഞാൻ ഡല്ലായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അടി അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ചീത്ത കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ വേണ്ടാത്ത എന്തെങ്കിലും കാണുമോ, അല്ലെങ്കിൽ നമ്മളൊരു ബാഡ് ഡ്രീം, ഒരു വേണ്ടാത്ത ദുസ്വപ്നം കാണുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി നിൽക്കുന്ന സമയമാണെങ്കിലും ഇത് ഞാൻ പോയി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ എനിക്ക് പോകാൻ പറ്റാത്ത സമയമാണെങ്കിൽ നമ്മളത് യൂട്യൂബിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഞാനത് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ എനർജി ലെവലിൽ എനിക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ശരിക്കും ഒരു മാജിക്കൽ ഇഫക്റ്റാണ്. ഐ ജസ്റ്റ് പമ്പ് അപ്പ്. അത് ഞാൻ ഭയങ്കര പോസിറ്റീവായി മാറും. സോ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ആചാരം, ഒരു കൈൻഡ് ഓഫ് സെലിബ്രേഷനാണ് ഈ ഗണേഷ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഗണപതി ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഈ ഒരു ഡോലൻ താഷ. അതെൻ്റെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഐ തോട്ട് ഐ ഷുഡ് ഷെയർ ഇറ്റ് വിത്ത് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഡെഫിനറ്റ്ലി ഇഷ്ടമുള്ള പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സംഭവങ്ങളുണ്ടാവും. ഇതും ചില ആൾക്കാരത് ഇതും ഫേവറേറ്റ് ആയിരിക്കും. സോ ഇഫ് യു വുഡ് റിയലി ലൈക്ക് ടു ആൻഡ് ഹാവ് ദ ടൈം ടു you can drop that in the comment box. ആൻഡ് എനിക്കും അറിയാം വേറെ ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഞാനിതുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ എനിക്കറിയാത്ത അല്ലെങ്കിൽ ഇത് എനിക്കും ഇഷ്ടമാണല്ലോ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻറ്ററാക്റ്റീവ് ഇഫ് യു കുഡ് കോമെൻറ്റ്. ഇല്ലെങ്കിലും നോ പ്രോബ്ലം. ഐ ഹോപ്പ് യു ഓൾ ഹാവ് എ ഗുഡ് നൈറ്റ്. നാളെ പുതിയൊരു വീക്ക് തുടങ്ങുകയാണ്. ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇനിയിപ്പോൾ മൺഡേ ബ്ലൂസ് പീപ്പിൾ വിൽ ബി സോ ഫ്രസ്ട്രേറ്റഡ്. അവർ ഇനിയിപ്പോൾ എനിക്കാണ് ജോലിക്ക് പോകണം, ഇനിയിപ്പോൾ പുതിയ ടാർഗറ്റ്, പുതിയ വീക്ക്, ഇനിയും പ്രഷർ. അതൊക്കെ സൺഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരിക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികൾ പാവം പറയും വേണ്ട. മഴക്കാലത്ത് ആ ബാഗും തൂക്കി യൂണിഫോം ഇട്ട് ഷൂസും ഇട്ട് പോകുക എന്നുള്ളത് ഇറ്റ്സ് സോ ട്രബിൾസം. ആ ഡേയ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ഐ എം സോ ഹാപ്പി. സീരിയസ്ലി എനിക്ക് ചിന്തിക്കാൻ വയ്യ ഞങ്ങൾക്ക് എങ്ങനെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിൽ ഇരുന്നിട്ട് നനഞ്ഞിട്ടിരിക്കുന്നതെന്നൊക്കെ. സോ ഓക്കെ, ഞാൻ ആ ടോപ്പിക്കിലേക്ക് വരുന്നില്ല. പക്ഷേ എനിവേ, ഹാപ്പി മൺഡേ, ഹാപ്പി ബ്യൂട്ടിഫുൾ വീക്ക്. അങ്ങോട്ടുള്ള വീക്ക് സ്ട്രെസ്ലെസ് ആവട്ടെ, ആൾക്കാർക്കൊക്കെ കുറവ് സ്ട്രെസ്സുള്ള സമയമാവട്ടെ. സെലിബ്രേഷൻസ് തുടങ്ങുന്ന സമയമാണ് ഓഫ് ദി ഇയർ. സോ എല്ലാവർക്കും വിഷ് യു പ്ലെസൻറ്റ് വൈബ്സ്. സീ യു ലേറ്റർ. ബൈ.